നീ എങ്ങനെ പെട്ടെന്നൊരു ബിസിനസ്സുകാരിയായത്? കുറേ സേവിങ്സ് ഉണ്ടായിരുന്നു അല്ലേ കയ്യിൽ? എന്നാലും പെട്ടെന്ന് എങ്ങനെ ഒരു ബ്രാൻഡ് തട്ടിക്കൂട്ടി? ആരെയോ പറ്റിച്ച കാശാ? ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കുറച്ച് കമൻസ് ആണ് ഇതൊക്കെ. അതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നവരെല്ലാം എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് മാറി നിന്നിട്ടാണ് ഇത് പറയുക. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടായിട്ട് കാര്യമില്ല. ഇതേപോലെ നമ്മുടെ പിന്നീന്ന് കുത്താൻ കുറച്ച് ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ കമൻറ്റ് പറയുന്ന ടീംസിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മളെ കാണുമ്പോൾ നമ്മളോട് പറയുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാലും എനിക്കറിയാമായിരുന്നു നീ രക്ഷപ്പെടും എന്ന്. ഈ പ്രായത്തിൽ നീ ഇവിടം വരെയൊക്കെ എത്തിയില്ലേ? ഇങ്ങനെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ നമ്മളോട് പറയുന്നുണ്ടാവുക. പക്ഷേ ഇതൊന്നും നമ്മൾ നന്നാവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പറയുന്നതല്ല എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരും വേണ്ടടോ. നമ്മളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച, അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ ഈ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കും. ഈ അവിടെ എവിടെ ഇരുന്ന് കുറ്റം പറയുന്നവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവരങ്ങ് പൊയ്ക്കോളും. അവർക്ക് നാളെ അടുത്ത ആളെ കിട്ടും കുറ്റം പറയാൻ. പക്ഷെ നമ്മുടെ ഡ്രീം ഉണ്ടല്ലോ, അത് നമുക്ക് വലുതായിരിക്കണം.